അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് റെഫ്രിജറേഷൻ എന്നുള്ളത് അറിയായിരിക്കും, കാരണം എല്ലാവരുടെയും വീട്ടിൽ റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് റെഫ്രിജറേഷൻ പ്രോസസ്സ്? റെഫ്രിജറേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഹീറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണ്. എന്നാലേ ആ വസ്തു എന്തായിരിക്കുള്ളൂ, തണുത്തിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് റിമൂവ് ചെയ്യാൻ നമുക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിവൈസിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. അതാണ് നമ്മൾ റെഫ്രിജറേറ്റർ എന്നുള്ള ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഫ്രിജറേറ്റർ കണ്ടിന്യൂസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ വസ്തുവിൽ നിന്ന് നമ്മൾ വെക്കുന്ന സാധനം എന്തും ആയിക്കോട്ടെ അതിൻ്റെ ഹീറ്റിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റെഫ്രിജറേറ്റർ ഓഫ് ആവും അല്ലേ. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെയും റെഫ്രിജറേറ്റർ ഓൺ ആവും. കാരണം അതിൻ്റെ ആ വസ്തുവിൻ്റെ ഹീറ്റ് എപ്പോഴാണ് കൂടുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, റെഫ്രിജറേറ്റർ ഓൺ ആവുകയും പിന്നെയും ഹീറ്റിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിവൈസിൻ്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു വസ്തുവിൻ്റെ ഏത് വസ്തു ആയിക്കോട്ടെ അതിൻ്റെ ടെമ്പറേച്ചറിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചറിനെക്കാട്ടിയും എന്ത് ചെയ്യണം, ഈ വസ്തുവിൻ്റെ ടെമ്പറേച്ചർ കുറക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും, പുറത്ത് ചൂടാണെങ്കിലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തണുപ്പായിരിക്കും. അപ്പോൾ ആ തണുപ്പ് അല്ലെങ്കിൽ ആ ഒരു കോൾഡ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെഷീനാണ്. ഈ മെഷീൻ എന്താണ്, അതിൻ്റെ ടെമ്പറേച്ചറിനെ കണ്ടിന്യൂസ് ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു തവണ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ടെമ്പറേച്ചർ പിന്നെയും ഇൻക്രീസ് ആവും, പിന്നെയും ഈ മെഷീൻ വർക്കാവും, പിന്നെയും റിമൂവ് ചെയ്യും, പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് റെഫ്രിജറേഷൻ എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ റെഫ്രിജറേറ്ററിൻ്റെ ഇതിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യത്തെയാണ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് തെർമോഡൈനാമിക്സ് എന്നുള്ളതാണ്. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എനർജി, ഹീറ്റ് ആൻഡ് വർക്ക്. എനർജിനെയും ഹീറ്റിൻ്റെയും വർക്കിനെയും കുറിച്ച് പഠിക്കുന്നതാണ്. ഓക്കെ, അതേ കൂടാതെ തന്നെ പിന്നെ ഗ്യാസിൻ്റെ ബിഹേവിയറാണ്. ഏതൊക്കെ കണ്ടീഷനിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും കണ്ടീഷനിൽ ഗ്യാസിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ട് പഠിക്കുന്നതുമാണ് എന്ത് പറയുന്നത്, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ പറയുന്നത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ബോഡീസ് ഉണ്ട്. അതിലേതെങ്കിലും രണ്ട് ബോഡി സെപ്പറേറ്റ് ആയിട്ട് മൂന്നാമത്തെ ബോഡീനായിട്ട് ഈക്വിലിബ്രത്തിലാണെങ്കിൽ ആ മൂന്ന് ബോഡീസും എന്തായിരിക്കും, ഈക്വിലിബ്രത്തിലാണ് എന്നാണ് പറയുന്നത്. അതാണ് സീറോത്ത് ലോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ പറയുന്നത് ഒരു സിസ്റ്റത്തിൽ സൈക്കിൾ പ്രോസസ്സ് നടക്കുകയാണ്. അതിലെ വർക്ക് ട്രാൻസ്ഫറിൻ്റെ എല്ലാ വർക്ക് ട്രാൻസ്ഫറും കൂടി ആഡ് ചെയ്ത് സമ്മ് എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിന് തുല്യമായിരിക്കും. എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നോ അത്രത്തെയും വർക്ക് ട്രാൻസ്ഫർ അവിടെ നടക്കും എന്നുള്ളതാണ്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫറിന് അനുസൃതമായിട്ടാണ് വർക്ക് ട്രാൻസ്ഫർ നടക്കുക എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇനി അടുത്തതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. ഒന്ന് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോവർ ടെമ്പറേച്ചറുള്ള ബോഡിയിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറുള്ള ബോഡിയിലോട്ട് ഹീറ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. ശരിക്കും നാച്ചുറലായിട്ട് ഹീറ്റ് മൂവ് ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലോട്ടാണ്. അതെല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടെമ്പറേച്ചറുള്ള ഒരു ബോഡിയിൽ നിന്ന് വലിയ ടെമ്പറേച്ചറുള്ള ബോഡിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹീറ്റിനെ ഫ്ലോ ചെയ്യിക്കാൻ പറ്റില്ല. അവിടെ പറ്റുന്നത് എന്ത് വെച്ചിട്ടാണ്, ഒരു എക്സ്റ്റേണൽ ഏജൻസി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോ ടെമ്പറേച്ചറുള്ള ബോഡിയിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറുള്ള ബോഡിയിലോട്ട് ഹീറ്റിനെ മൂവ് ചെയ്യിക്കാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻജിൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്റ്റ് എൻജിൻ. ഒരു എൻജിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എന്താണ് പറയുന്നത്, ഓൾ ഹീറ്റ്, എല്ലാ ഹീറ്റിനെയും ഈ വർക്കാക്കാൻ പറ്റുന്ന ഒരു എൻജിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല.
അപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഹീറ്റിന് അതിന് ഫുള്ളായിട്ട് നമുക്ക് വർക്കാക്കാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ കുറേ ലോസ് വരും. ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് പോകുന്നുണ്ട്. നമുക്ക് കുറേ ലോസ് സംഭവിച്ചിട്ട് അതിൻ്റെ കുറച്ച് ശതമാനം ലോസായി ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 100% എന്ത് ചെയ്യാൻ പറ്റില്ല, ഹീറ്റിനെ വർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ ഇൻട്രൊഡക്ഷന്. അടുത്ത എന്താണ് സ്പെസിഫിക് ഹീറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്നുള്ളത്. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ, ഓക്കെ, ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ, ഒരു യൂണിറ്റ് മാസിലുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്താൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിൻ്റെ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ ഒരു യൂണിറ്റ് മാസുള്ള ഒരു സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി ടെമ്പറേച്ചർ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിൻ്റെ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലാറ്റൻറ്റ് ഹീറ്റ്. ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ്, ഒരു ലിക്വിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സോളിഡ് ആയിക്കോട്ടെ, അതിൻ്റെ ഫേസ് ചേഞ്ച് വരിക, അതാണ് ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ ഒരു സബ്സ്റ്റൻസിൻ്റെ ഫേസ് ചേഞ്ച് നടത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് എന്ത് പറയുന്നത്, ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യൂല, ടെമ്പറേച്ചർ മാറൂല. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഐസാണ്. ആ ഐസ് വെള്ളമായിട്ട് മാറ്റാൻ ഉപയോഗിക്കുന്ന ആവശ്യമായിട്ടുള്ള ഹീറ്റ് അവിടെ. അപ്പോൾ ആ ഐസ് ഉരുകി വെള്ളമാവും, പക്ഷെ എന്ത് ചെയ്യില്ല, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിന് എന്ത് ചെയ്യില്ല, കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിരിക്കില്ല. അതാണ് ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഐസ് വെള്ളമായിക്കോട്ടെ, വെള്ളം എന്ത് ചെയ്യാണ്, ഐസ് ആയിക്കോട്ടെ, അപ്പോഴും ഫേസ് ചേഞ്ച് ആണ് വരുന്നത്. ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് സോളിഡ് ആവുക, അല്ലെങ്കിൽ സോളിഡ് ലിക്വിഡ് ആവുക, അല്ലെങ്കിൽ ലിക്വിഡ് വേപ്പർ ആവുക, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചേഞ്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സെൻസിബിൾ ഹീറ്റ്. സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മളൊരു വസ്തുവിന് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, അതിൻ്റെ ഹീറ്റ് ഇൻക്രീസ് ആവും. അതിനും സെൻസിബിലിറ്റി എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഹീറ്റ് റിമൂവ് ചെയ്യാണ്, അല്ലേ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ റിമൂവ് ചെയ്യാണ്, അപ്പം അവിടെ ഹീറ്റ് കുറയും. അപ്പോൾ ആ പോയ ഹീറ്റിനെയാണ്, പുറത്തു പോയ ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്. ഇതെല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് നോട്ട്സ് എഴുതുക. ഓക്കെ.